ഉണ്ട് എന്ന് പറയും. അപ്പോൾ തന്നെ മൂസക്ക ആൽബിയെ വിളിച്ച് പറയും, നീ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങ് വാ, അവൻ കാസർഗോഡ് ഉണ്ട് എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി എന്ന് മൂസക്ക ആൽബിയോട് പറയും. എന്നിട്ട് മൂസക്ക പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് എനിക്ക് തന്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറയും. പാർട്ടി സെക്രട്ടറി ഉടനെ തന്നെ ഒരു പോലീസുകാരനെ വിളിച്ച് എന്റെയും മൂസക്കാരനെയും കുറച്ച് ഗോൾഡ് മിസ്സായിട്ടുണ്ട്, അത് താൻ കണ്ടെത്തി തരണമെന്ന് പറയും. എന്നാൽ ഇതേ സമയം ആൽബിയും ഫൈസലും തങ്ങളുടെ കാർ വിറ്റ് ഒരു ബൈക്ക് വാങ്ങിയ ശേഷം ആ ഗോൾഡ് വിൽക്കാനായി മംഗലാപുരത്തേക്ക് പോലീസുകാരുടെ വേഷത്തിൽ പോവുകയാണ്. അതിർത്തിയിൽ കേരള പോലീസിന്റെ ചെക്കിംഗ് ഉണ്ടെങ്കിലും അവർ സ്കൂട്ടായി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ മംഗലാപുരത്ത് എത്തിയ ശേഷം ഫൈസൽ തന്റെ വൈഫിനെ വിളിച്ച് നീ പേടിക്കേണ്ട, ഞാൻ ഉടനെ തന്നെ മടങ്ങി വരുമെന്ന് പറയും. എന്നാൽ ആ പാർട്ടി സെക്രട്ടറിയുടെ പോലീസുകാരൻ ആ ചെക്കിംഗ് പോലീസുകാരുടെ അടുത്തെത്തി അവരുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ ഫൈസൽ അതിർത്തി കടന്ന് പോയി എന്ന് അയാൾക്ക് മനസ്സിലാകും. എന്നാൽ മംഗലാപുരത്ത് എത്തിയ ശേഷം ആൽബി വേഷം മാറി അവിടുത്തെ ഒരു ഡോണിന്റെ അടുത്ത് തന്റെ ഗോൾഡ് വിൽക്കാനായി പോകും. ഗോൾഡിന്റെ ഒരു സാമ്പിൾ കൊടുത്ത് തങ്ങൾക്ക് ആവശ്യമായ പണം വാങ്ങിയ ശേഷം ആൽബി തിരിച്ച് ഹോട്ടലിലേക്ക് വരും. എന്നാൽ ഇവന്മാരുടെ കയ്യിൽ കൂടുതൽ സ്വർണ്ണമുണ്ടെന്ന് മനസ്സിലാക്കിയ സേട്ടിന്റെ ആളുകൾ ആൽബിയുടെ പിറകെ വരും. ഒരുവിധം സേട്ടിന്റെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ആൽബിയും ഫൈസലും രക്ഷപ്പെടും.